ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ള കുടുംബങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ ഇന്നിവിടെ വീണ്ടും ഒരുമിച്ച് കൂടുകയാണ്. 921 കാലഘട്ടത്തിൽ ഇരിങ്ങല്ലൂരിലും കുഴിപ്പുറത്തും പരിസര പ്രദേശങ്ങളിലുമായി ജീവിച്ചിരുന്ന നമ്മൾ ബ്രിട്ടീഷുകാരുമായി ഉണ്ടായ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നമ്മൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കായി പലായനം ചെയ്യുകയും അവിടെ താമസിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വേർപിരിഞ്ഞ നമ്മൾ ഏകദേശം ഒരു നൂറ്റാണ്ട് കാലഘട്ടത്തിന് ശേഷമാണ് ഏകദേശം 2012 നമ്മൾ വീണ്ടും ഒത്തൊരുമിച്ച് കൂടുന്നതിന് വേണ്ടി നമ്മുടെ കുടുംബത്തിലെ യുവാക്കളും കാരണവന്മാരും ബഹുമാനപ്പെട്ട നമ്മളെല്ലാവരും വളരെ ആദരവോടെയും അതിലേറെ ബഹുമാനത്തോടെയും നമ്മൾ മാഷ് എന്ന് വിളിക്കുന്ന നമ്മുടെ കുടുംബത്തിൻ്റെ പ്രസിഡൻ്റ് കൂടിയായ അഹമ്മദ് കുട്ടി മാഷ് അവരുടെ നേതൃത്വത്തിൽ തുടക്കം കുറിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുകയും ശേഷം നമ്മൾ ഇപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടുന്നത് 7ാമത്തെ കുടുംബസംഗമത്തിലാണ്. നമ്മൾ ഒരുമിച്ച് കൂടിയതിൻ്റെ ശേഷം ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ കുടുംബത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വീട് വെച്ച് കൊടുത്തു, വിവാഹപ്രായമായവരെ കല്യാണം കഴിക്കാനും മറ്റ് ആശുപത്രി ചെലവുകൾക്ക്, രോഗികൾക്ക്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയും നമുക്ക് ഈ ഐക്യത്തിലൂടെ മുന്നോട്ട് പോയാൽ തുടർന്നും നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനുമുണ്ട്. അതിനെല്ലാം അള്ളാഹു നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകുമാറാകട്ടെ. നമ്മുടെ ഇതിന് തുടക്കം കുറിച്ച ഒരുപാട് ആളുകൾ ഇന്ന് ഖബറിലാണ്. അവരുടെ എല്ലാം ബർസഖി ജീവിതം അള്ളാഹു സുഖത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നിൽ അർപ്പിതമായ ദൗത്യം ഇവിടെ നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. എല്ലാവരെയും ഈ വേദിയിലേക്ക് സദസ്സിനെ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ പരിപാടിയിലെ ഉദ്ഘാടകൻ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അഹമ്മദ് കുട്ടി മാസ്റ്റർ അവറുകൾ തന്നെയാണ്. അദ്ദേഹം ഇതിന് തുടക്കം കുറിച്ച മുതൽ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട മാഷാണ്. അദ്ദേഹത്തെ ആദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടകനും റിലീഫ് പ്രഖ്യാപനവും നടത്തുന്നത് ബഹുമാനപ്പെട്ട ആലി ഹാജി അവറുകളാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. നമുക്ക് ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിക്കുന്നത് നമ്മുടെ ഈ സംഗമ കൂട്ടായ്മയുടെ ഖജാൻജി കൂടിയായ ബാപ്പുട്ടി ഹാജി ആണ് പാണ്ടിക്കാട്. അതുപോലെ ബാപ്പു കണ്ണമംഗലം, തെന്നല മൊയ്തീൻകുട്ടി മാസ്റ്റർ, കോമുക്കുട്ടി കണ്ണമംഗലം, അസൈനാർ പാണ്ടിക്കാട് എന്നിവരാണ്. എല്ലാവരെയും ഈ വേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അതുപോലെ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി കുഞ്ഞാലനാജി മുനമ്പത്ത്, എല്ലാവരെയും സദസ്സിലുള്ളവരെയും വേദിയിലുള്ളവരെയും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പരിപാടിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അഹമ്മദ് കുട്ടി മാഷ് അവറുകളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.
ഇൻഷാ അല്ലാഹ് അധ്യക്ഷ പ്രസംഗം ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം നമ്മൾക്ക് ഈ സംഗമം നമ്മൾ നടത്താൻ കാരണക്കാരൻ യഥാർത്ഥത്തിൽ ആലിഹാജി കുഴിപ്പുറാണ്, നമ്മുടെ ഉപദേശക സമിതി ചെയർമാനാണ്. ഈ സംഗമം മാത്രമല്ല, ഇതിനു മുമ്പുണ്ടായിരുന്ന 2 സംഗമവും നടത്താൻ യഥാർത്ഥത്തിൽ കാരണക്കാരൻ ആലിഹാജിയാണ്. നമുക്കറിയാമല്ലോ, ഇതിനൊരു വമ്പിച്ച ഭാരിച്ച ചിലവ് വരും. അപ്പം അതിൽ വളരെ താല്പര്യപൂർവ്വം മുന്നോട്ട് വന്നപ്പോൾ ഞങ്ങൾക്കൊക്കെ പണി എന്താന്ന് പറഞ്ഞാൽ ഈ സംഗമം നടത്തുക എന്നുള്ളതാണ്. ആ ഒരു പണി മാത്രമാണ് ഞങ്ങളെല്ലാവരും ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടും മറ്റ് സംഗമങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ആരെയും വിളിക്കാതെ മന്ത്രിമാരും MLA-മാരും തങ്ങന്മാരും ആത്മീയ നേതാക്കന്മാരും ഒക്കെ ഇവിടെ കയറി ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ സംഗമങ്ങളിൽ. അതിന് വ്യത്യസ്തമായിട്ട് ആലിയാജി കുഴിപ്പുറത്തെ ഈ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ ഫാമിലി അസോസിയേഷന് വേണ്ടി നൽകിയ മഹത്തായ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനും, ഉദ്ഘാടനം മാത്രമല്ല, നമ്മൾ പിന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരുപാട് റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. പൂർണ്ണമായിട്ടും 3 വീടുകൾ നിർമ്മിച്ചു കൊടുത്തു, ഭാഗികമായിട്ട് കുറേ വീടുകൾ നിർമ്മിച്ചു.